കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. മാവേലിക്കര നഗരത്തിൽ നിന്നാണ് തത്സമയം ഈ ചർച്ച പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. മാവേലിക്കര എന്നാൽ ഐശ്വര്യം കാവൽ നിൽക്കുന്ന ഇടമെന്നാണ് പദോൽപ്പത്തിയിൽ പറയുന്നത്. ചരിത്രത്തിൽ ഒട്ടേറെ പ്രമുഖരായ സത്യാഗ്രഹ സമരസേനാനികൾക്ക് ഇടം നൽകിയ ജന്മം നൽകിയ നാടാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഊറ്റം കൊണ്ട നേതാക്കന്മാർ പിറന്ന മണ്ണുമാണ് മാവേലിക്കര. മാവേലിക്കരയിൽ നിന്ന് അടൂർ ലോക്സഭാ മണ്ഡലം പിന്നീട് മാവേലിക്കരയായി പരിണമിക്കുമ്പോൾ മാവേലിക്കര UDFന്റെ കോട്ടയായി കണ്ണിലെ കൃഷ്ണമണി പോലെ കൊടിക്കുന്നിൽ സുരേഷ് സൂക്ഷിച്ച മണ്ഡലമാണ്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് നേരിടാൻ പോകുന്നത് ഒരു യുവ തുർക്കിയാണ്, CA അരുൺകുമാർ. ഒപ്പം ബൈജു കലാശാല നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതാണ് ഇന്ന് ബൈജു കലാശാലയ്ക്കെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞു കഴിയുമ്പോൾ മാവേലിക്കരയിലെ രാഷ്ട്രീയ ചിത്രം തെളിയുന്നു. മാവേലിക്കരയുടെ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളും മാവേലിക്കരയിലെ വോട്ടർമാരും തത്സമയം ചേരുന്നു. BJP പ്രതിനിധി MV ഗോപകുമാർ നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി പ്രവീൺ കുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. LDFന്റെ പ്രതിനിധി ജെയിംസ് ഷാമുവലും നമുക്കൊപ്പം ചേരുന്നു, CPM പ്രതിനിധി. ആദ്യം നേരിട്ട് ഞാൻ പോകുന്നത് UDF പ്രതിനിധിയിലേക്കാണ്. സിറ്റിംഗ് MP കുറിച്ച് ഈ മണ്ഡലത്തിന് ഒട്ടേറെ പരാതികളുണ്ടെന്ന് കേട്ടു. അതേസമയം സിറ്റിംഗ് MP പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സംവാദങ്ങളിൽ പങ്കെടുത്ത ഒരു MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. പക്ഷേ മണ്ഡലത്തിൽ അദ്ദേഹം ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഞാൻ നോക്കിയപ്പോൾ 6.25 കോടി രൂപ ഇനിയും മണ്ഡലത്തിൽ ചെലവഴിക്കാത്ത ഒരു MP ആണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം തുക പോലും മണ്ഡലത്തിൽ വേണ്ട വിധം ചെലവഴിക്കാത്ത MP-മാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടൊരു വികാരമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ നമ്മുടെ അരുൺ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ UDFന്റെ കോട്ടയായി 15 വർഷക്കാലം അച്ചൻകോവിൽ തുടങ്ങി കുട്ടനാട്ടിലെ കൈനഗിരി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രദേശം ഒരു UDFന്റെ ഉറച്ച പ്രദേശങ്ങളൊന്നുമല്ല. ഇത് ഭൂരിഭാഗവും LDFന് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരികയും കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യുന്നത് പോലെയുള്ള സജീവമായ ഇടപെടലിലാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തുടരുന്നത്. കോൺഗ്രസ് ഈ വർഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലെ മുമ്പിലോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മതേതരത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നലെയും കൂടി കടന്നു വന്ന CAA അടക്കമുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന ആ നിലപാടിനെതിരെ അതിശക്തമായി പാർലമെൻറ്റിൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടെടുക്കുന്ന ആ നിലപാടുകൾ എടുക്കുന്ന നേതാക്കന്മാരെയാണ് കോൺഗ്രസ് വീണ്ടും ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP കേരളത്തിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സവിശേഷ സാഹചര്യം കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ആൾ കൂടിയാണ് പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലത്തിലൊരു MP എന്ന നിലയിൽ ഒരു വിരുദ്ധ വികാരമില്ല. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വികാരം തന്നെ ഇവിടെ ഇല്ല. LDFനും അതുപോലെ തന്നെ BJPക്കും മറ്റുള്ള പാളയങ്ങളിൽ നിന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജു കലാശാല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് പോയി. അത് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൽ കിടന്ന് പെടയുന്നില്ല? ഒരിക്കലും പെടയുന്നില്ല. അതിനുശേഷം എത്രയോ നാളുകളായി കോൺഗ്രസ് നേതൃത്വമായി അകന്നു നിന്ന് അതിനുശേഷം കേരള കോൺഗ്രസിലേക്ക് കടന്നുപോയി. ഞാൻ പൂർത്തിയാക്കട്ടെ. കേരള കോൺഗ്രസിലേക്ക് കടന്നുപോയി LDFന്റെ ഭാഗമായതിനു ശേഷം വീണ്ടും ഈ BJPയുടെ കാര്യം നമുക്കറിയാം. നിരവധിയായ നേതാക്കന്മാർ ഓടി നടന്ന ഓരോ BJPയുടെ നേതാക്കന്മാർ ജാവദേക്കറുടെ നേതൃത്വത്തിൽ നിരവധിയായ LDFന്റെയും UDFന്റെയും നേതാക്കന്മാരുടെ വീടുകളിൽ പോയി ആരെയും കിട്ടാതെ വന്നപ്പോൾ പൈസ കൊടുത്തൊരു സ്ഥാനാർത്ഥിയെ വിലക്കെടുത്ത് ആ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് കൊണ്ട് ഒരു നേട്ടവും BJPക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഈ മണ്ഡലത്തിൽ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ, കൈക്ക് കുത്തിയ താമരയ്ക്ക് പോവില്ലേ? ഒരിക്കലുമില്ല. കൊടിക്കുന്നിൽ സുരേഷിന്റെ പാരമ്പര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം, അത് ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കും വ്യക്തമായി അറിയാം. അങ്ങനെ അരുണിന് പറയാൻ സാധിക്കുമോ? അത് 35 വർഷക്കാലമായി MP ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ മതനിരപേക്ഷത അത് ഇന്ത്യയിലെ ഒരിക്കലുമില്ല. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അത് കൊടിക്കുന്നിൽ സുരേഷിനോടൊപ്പമായിരിക്കും മാവേലിക്കര എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് പറയാം. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മണ്ഡലത്തിൽ ഒരു വിരുദ്ധ വികാരമില്ലെന്നും മാത്രമല്ല, ദേശീയ തലത്തിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ചട്ടമടക്കം പ്രതിരോധിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ സജീവ സാന്നിധ്യം പാർലമെന്റിൽ വേണം. ACC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിക്കും. ഇന്ത്യ മുന്നണി വന്നാൽ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ മന്ത്രിയാണ്. ഇതൊക്കെ വസ്തുതയാവും.
വിജയിച്ചു വന്നാലല്ലേ മന്ത്രിയാവൂ. ആ. ആദ്യം പാർലമെന്റ് വിജയിക്കുക എന്നുള്ളത് ജനങ്ങളുടെ വോട്ട് തേടുക എന്നുള്ളതാണ്. ആ. അതിന് 15 വർഷക്കാലമായി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രതിനിധിയാണ്. എവിടെയാണ് വികസനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വികസനവും ഇല്ല. ഇവിടെ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞതുപോലെ അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തും മാവേലിക്കരയിൽ വികസനമില്ല. ഇല്ല, ഒരു വികസനവും യു പി എക്ക് CPM പിന്തുണ കൊടുക്കുന്ന കാലത്തും മാവേലിക്കരയിൽ വികസനമില്ല. വികസനം ഒരു ഘട്ടത്തില്ല. വികസനം കൊണ്ടുവരുന്നത് ഇടതുപക്ഷം പിന്തുണ കൊടുത്തുകൊണ്ട് മാത്രമല്ല, ഒരു ജനപ്രതിനിധി അയാളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടതാണ്. ആ നിർവഹണം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 6 കോടിയിലധികം രൂപ നിർവഹിക്കാൻ കഴിയാത്ത ഈ സംസ്ഥാനത്തെ ഏറ്റവും നീചനുമായ പ്രവൃത്തി പരിചയവുമില്ലാത്ത ഒരു നിലയിലും നാടിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. എവിടെയാണ് വികസനം? ഏതെങ്കിലും പറയണ്ടേ? ഈ 15 വർഷക്കാലമായി ഒരു മണ്ഡലത്തെ മാത്രം പ്രതികരിക്കാം. ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിനായ രൂപ മുടക്കി ഏതെങ്കിലും ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? എവിടെ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി? അതൊരു MP മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരു MP വിചാരിച്ചാൽ നടക്കുന്നില്ല എന്നാര് പറഞ്ഞു? PSC ഉണ്ടല്ലോ നിയമനം. പലപ്പോഴും CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുക. PSC നിയമനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കഴിഞ്ഞ വർഷം നടന്നതിൽ 42%. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കേരളത്തിലാണ്. MP-ക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുടക്കാൻ കഴിയുന്ന പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ കഴിയും, പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഈ നിലയിൽ എന്ത് വ്യവസായവും മാതൃകയായിട്ട് തൊട്ടപ്പുറത്ത് ആലപ്പുഴ പഞ്ചായത്ത് ഉണ്ടല്ലോ, ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ. ആ ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരിഫ് MP എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ആലപ്പുഴ നശിപ്പിച്ചതല്ലാതെ കേന്ദ്രീയ വിദ്യാലയം നിർത്താൻ വേണ്ടി പോയിരുന്ന കേന്ദ്ര വിദ്യാലയം കായംകുളത്തെ നിർത്താൻ വേണ്ടി പോയതാണ്. എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനം പിടിച്ച് ഈ കേരളത്തിൽ ഒറ്റ സ്ഥാപനം നൽകുന്നുള്ളൂ. അത് ആരിഫുള്ള പാർലമെന്റ് മണ്ഡലത്തിലെ കായംകുളത്തെ കേന്ദ്ര വിദ്യാലയമാണ്. അത് നിർത്തലാൻ ഇടതുപക്ഷാല് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അടച്ചുപൂട്ടിയില്ലെന്ന് പറഞ്ഞാൽ പുതിയൊന്നും കൊണ്ടുവന്നില്ലല്ലോ. നിലവിലുള്ളതിൽ ഏതെങ്കിലും ഒരിടത്ത് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുകയും ഏറ്റവും കൂടുതൽ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത MP അല്ലേ അദ്ദേഹം? നരേന്ദ്രമോദിക്കെതിരായി ചോദ്യം ചോദിച്ച എത്ര ആളുകൾ ഇപ്പോ BJP പോയി? അവർ കേന്ദ്രമന്ത്രിമാരിൽ എത്ര ആളുകൾ BJP ആണ്? അവരുടെ മുഖ്യമന്ത്രിമാരിൽ എത്ര ആളുകൾ ഇപ്പോ BJP ആണ്? 200-ലധികം വരുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വമാകെ BJP-യിലാണ്. ഇവിടെ എന്ത് പറയുന്നത്? K. കരുണാകരന്റെ മകൾ ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പത്മനാഭ വേണുഗോപാൽ പറഞ്ഞ എന്താ? ഞാൻ മാത്രമല്ല, ഈ MP ഈ പാർലമെന്റ് ജയിച്ചു വരുന്ന പലരും അല്ലെങ്കിൽ മത്സരിക്കുന്ന പലരും ഇനിയും BJP-യിലേക്ക് പോകും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ സെക്യൂരിറ്റിക്ക് കാവൽ നിന്ന ആൾക്കാരടക്കം പോയി. അത് അത് തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു MP MLA കോൺഗ്രസിൽ പോയതിൽ അത്രയും ഞങ്ങളുടെ പോയിട്ടുണ്ടോ? നിലകളില്ലല്ലോ. നിങ്ങൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു? അവർക്ക് പോകാൻ 12 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവർക്ക് പോകാൻ 12 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയത്. എത്ര PCC അധ്യക്ഷന്മാർ പോയി? അതിലും പറഞ്ഞ ഇടതുപക്ഷത്തിന് പോയത് കൊണ്ടല്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് BJP-യെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ല. കോൺഗ്രസിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് ബീഹാറിൽ പോയി കൈപിടിച്ചത്? ഞങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ബീഹാറിൽ പോയി കൈപിടിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുള്ളത് കൊണ്ടാ. BJP പൊതുവായ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ്. BJP ഈ രാജ്യത്തിന് മതനിരപേക്ഷതയെ തകർക്കുന്ന, രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന, വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് BJP. BJP-യെക്കാട്ടിലും വലുത് ഇന്നലകളിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാലത്ത് നന്നാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ശരി, കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയാണ് കൂട്ടുകൂടുന്നത്. ശരി, MV ഗോപകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ബൈജു കലാശാലയുടെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസിലാണല്ലോ. നിങ്ങൾക്ക് വേറെ സ്ഥാനാർത്ഥികളെ കിട്ടിയില്ലേ? കോൺഗ്രസ് കഴിഞ്ഞ് LDF-ലും പോയി. അതും കൂടെ പാരമ്പര്യം കൂടെ അരുൺകുമാറെ സൂചിപ്പിക്കണം. പിന്നെ അയാൾ പറയട്ടെ, ഞാൻ മാറിയിക്കാം. ഇത് എല്ലാത്തിനകത്തും മറുപടി പറയേണ്ടതില്ല. BJP-യോട് ചോദിച്ചാൽ BJP-ക്ക് മറുപടി പറയാൻ അറിയാം. ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും വേണ്ട. ഒരു നിമിഷം പറയട്ടെ, ഞാൻ പറയട്ടെ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്റെ രീതിയിൽ നിങ്ങൾ ഗോപൻ പറഞ്ഞോളൂ. ഇവിടെ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച കാര്യം എന്താ? ബൈജു കലാശാല കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രകാശ് ജാവ്ദേക്കറിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ പോയി പണം കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങൾ കരുതുന്നില്ല പണം കൊടുത്താ പോകുന്നവരാണെങ്കിൽ ഈ പണി നിർത്തി വേറെ പണിക്ക് പോരുത്.
പണം കൊടുത്തിട്ട് പോകുന്നവരാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം പണം വാങ്ങിക്കൊണ്ട് മറ്റു പാർട്ടിയിൽ പോവുകയാണെങ്കിൽ ഈ ഭാരതത്തിൽ എത്ര ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPM-ന്റെ MLA-മാരും MP-മാരും ഇന്ന് BJP-യിലുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു MLA-യുടെ പേര് പറയാമോ? കേരളത്തിലെ MLA ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയാം. അൽഫോൺസ് CPM-ൽ കണ്ണന്താനം. LDF-ൽ അൽഫോൺസ് കണ്ണന്താനമുണ്ട്, മുൻ MLA. കേരളത്തിൽ വരാൻ CPM മെമ്പർ അല്ല, അൽഫോൺസ് കണ്ണന്താനം സ്വതന്ത്രരായിരുന്നു. ഒരു നിമിഷം പറഞ്ഞോ. CPM അല്ല, കേരളത്തിൽ വരാൻ പോകല്ലേ. ഇതുവരെ ഭാരതത്തിലെ കാര്യം പറ. ഭാരതത്തിൽ ഇപ്പൊ ഇന്ന് BJP-യുടെ MP ആയിട്ടുള്ള ഞാൻ പറയാം, ഖഗേൽ മുർമു എന്ന് പറഞ്ഞ UP-യിലെ 19 വർഷം CPM-ന്റെ MLA ആയിരുന്നു. അവർ ഇന്ന് BJP-യുടെ MP ആണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എണ്ണം ഞാൻ പറയണോ? എത്രയോ പേർ 3 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ CPM-ലെ BJP-യിൽ അഖിലേന്ത്യാ തലത്തിൽ വന്നിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള MP MLA ആ തലത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരവധി പേർ BJP. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവർ ഈ രണ്ട് മുന്നണികളും ഇപ്പൊ ഒരേ തൂവൽ. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിനാ, ഇന്ത്യ മുന്നണിയുടെ കാര്യം നമ്മൾ ഇന്ത്യ തലത്തിലൊന്നും പറയണ്ട. ആലപ്പുഴ ജില്ലയിൽ ഇവർ പറയട്ടെ, പാണ്ടനാട്, തിരുവൻമുണ്ടൂർ, ചെന്നിത്തല, പിന്നെ കോടന്തുരുത്ത് ഈ പഞ്ചായത്തിൽ ഇവർ ഒന്നിച്ചാ ഭരിക്കുന്നത്. BJP-യെ മാറ്റി നിർത്താൻ സന്തോഷം. അവര് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെങ്ങന്നൂരോട്ട് ചെന്നാൽ പ്രസംഗം കേട്ടാൽ ബഹുമാനായിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ പ്രസംഗിക്കുന്നത് എന്താ? കൊടിക്കുന്നിൽ സുരേഷ് നല്ല MP ആണ്, അദ്ദേഹം നല്ല പ്രവർത്തനം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എന്താ പ്രവർത്തിക്കുന്നത്? സജി ചെറിയാൻ നല്ല മന്ത്രിയാണ്. ഇവര് പരസ്പരം പുകഴ്ത്തുകയാണ്. ഇവര് ധാരണയിലാണ്. അപ്പൊ ഭാരതത്തിലെ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിയാൻ പരസ്യമായി പറഞ്ഞു. പ്രവർത്തനത്തിൽ നടന്ന പരിപാടി. ഈ ബൈജു കലാശാലയും കൊണ്ട് ഈ വോട്ടർമാരെടുത്ത് ചെന്നാൽ ആ വോട്ടർമാർ ബൈജു കലാശാലയെ കൊണ്ട് ഇങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും നമ്മൾ എന്താ ഈ ലോകത്ത് അങ്ങനെയാണെങ്കിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. ഇവര് മതനിരപേക്ഷതയെ പറ്റിയൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് മതനിരപേക്ഷത പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അതൊക്കെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ബൈജു കലാശാല ഇവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി പ്രചരണം ആരംഭിച്ചു. ഇന്നലെ ഞങ്ങൾ പ്രചരണം ആരംഭിച്ചത് തകഴിയിലെ പിന്നെ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിൽ നിന്നാണ്. അന്ന് മുതൽ ഇപ്പൊ വരെ ഒരു മനുഷ്യനും ഒരു ചോദ്യവും ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ജനകീയ പിന്തുണ, സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ കാലുവാരിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള നേതാവിനെ കാലുവാരിയതിന്റെ ഫലമായി അവര് പാർട്ടി വിട്ടു പോയതാണ്. അല്ലാതെ അവര് വേറൊരു പട്ടികജാതിക്കാരനായ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് വോട്ട് ചെയ്യാതെ ഞങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ് ആരുവാര്യന്റെ ഫലമായി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവകാശവാദത്തിനൊന്നും യാതൊരു ബൈജു കലാശാലയെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രസിഡന്റ് വില കൽപ്പിക്കാത്ത പ്രധാനമന്ത്രി ഭരിക്കുന്ന നാടാണിത്. അതിൽ കൂടുതൽ ഉത്തരം ഇവർക്ക് വേണോ? എന്താ ഇന്ത്യയുടെ എന്താ ഒന്ന് പറഞ്ഞേ. ഇവര് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നിട്ട് കാശ്മീരിൽ PDP ആയിട്ട് ഭരണം നടത്തിയവരാണ് ഇവരാണ് ഇവിടെ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത്. PDP ആയിട്ട് അധികാരത്തിൽ വരാൻ ആരെ ചെരുപ്പ് നോക്കും BJP. പേരല്ല പ്രശ്നം. മുസ്ലിങ്ങൾ BJP-യുടെ നേതാക്കന്മാരാണ്. ആവശ്യത്തിന് മുസ്ലിം നേതാക്കന്മാർ BJP-യിലുണ്ട്. നമ്മൾ വോട്ടർമാരെ കഴിഞ്ഞ 3 ടൈം ഇവിടെ കൊടിക്കുന്നിൽ സുരേഷും അതിനു മുമ്പ് ഇവിടുത്തെ CPM അടക്കമുള്ള LDF പാർട്ടികളും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഭരിച്ചിട്ട് ഇവിടെ എന്തൊക്കെ പുരോഗതി കൊണ്ടുവന്ന് പറയണവർ. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തെ നശിപ്പിച്ച് നാരായണക്കല്ല് വരുത്തിയ ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു പോകേണ്ടതാണ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ LDF UDF മാവേലിക്കര മണ്ഡലത്തിൽ യാതൊരു കാലത്തും സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. LDF-ഉം UDF-ഉം മാവേലിക്കര മണ്ഡലത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം എന്താണ് പറഞ്ഞോ? എന്തോ ചേട്ടൻ കുറച്ച് എന്തോ കാര്യം പറയാതിരിക്കുന്നല്ലോ, പറഞ്ഞോ. പ്രിയ ഗോവൻ ചേട്ടാ, ഇത്രയും നാളും നിങ്ങൾ ഈ ചോദിച്ച ഉത്തരം തന്നെ അല്ല, ഒരു ബഹളവും ഇല്ല ഗോവൻ ചേട്ടാ, ഒരു ബഹളവും ഇല്ല, ഒരു ബഹളവും ഇല്ല ഗോവൻ ചേട്ടാ. ഈ നിൽക്കുന്ന 3 പേര്
പറയില്ല. എന്റെ കാര്യം കൈ വിളിച്ചോണ്ട് വരില്ല, ആവശ്യമില്ല, ഞാൻ പറയാം. മര്യാദയ്ക്ക് സംസാരിക്കുന്നേ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. നമ്മളൊരു വലിയ മര്യാദകേട് കാണിക്കരുത്. മര്യാദകേട് കാണിച്ചാൽ അവർ പ്രവീൺ മര്യാദയുടെ വാക്കിന്റെ അർത്ഥം അറിയോ? മര്യാദയുടെ വാക്കിന്റെ അർത്ഥം അറിയോ? ഒരു നിമിഷം. അപ്പൊ പ്രിയ ഗോവൻചേട്ടാ, ഗോവൻചേട്ടന് ഞാനിവിടെ ഒരു 15 വർഷത്തെ ബന്ധമുണ്ട്. കൂടുതലുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ബൈജു കലാശാലയെ കുറിച്ച് ഗോവൻചേട്ടൻ ഇനിയും ഒരുപാട് നന്മ പറയല്ലേ. ഈ ഗോവൻചേട്ടൻ തന്നെ വളരെ മോശമായി സംസാരിച്ച റെക്കോർഡിംഗ് വേണം ഞാൻ കേൾപ്പിക്കാം. അങ്ങനെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് മോശമായ കാര്യങ്ങൾ വേറെ ഒരാളും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് കൊടുക്കും സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഇത്രയും മോശമായ പ്രസ്താവന ജെയിംസ് നമ്മൾ വോട്ടർമാരുടെ പ്രതികരണം എടുക്കുമ്പോൾ നോക്കൂ, LDF-നും UDF-നും മാവേലിക്കര മണ്ഡലത്തിൽ എന്ത് സംഭാവന ചെയ്യാൻ സാധിച്ചു എന്നാണ് ഒരു വോട്ടർ ചോദിച്ചതിന് മറുപടി. LDF-നും UDF-നും ചെയ്തതിനെ പറ്റി എനിക്കറിയില്ല. LDF CS സുജാത ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയാണ്, പാർലമെന്റ് മണ്ഡലം. 2, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും വികസനം നടന്നതിന്റെ ഭാഗമായി 7 നിയോജക മണ്ഡലം 1 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ 7 നിയോജക മണ്ഡല MLA-മാർ ഈ കേരളത്തിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ LDF ആണ്. ഞങ്ങൾ ചെയ്ത വികസനത്തിന്റെ ഭാഗം അല്ല ഏതെങ്കിലും നിലയിലുണ്ടോ? വികസനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് വികസനം. നിങ്ങൾ ഈ പറയുന്ന മാവേലിക്കര ഞങ്ങൾ പറഞ്ഞു, ഇതിനു മുമ്പ് R രാജേഷ് MLA ആയിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു പുതിയൊരു ചെറുപ്പക്കാരൻ അവസരം കൊടുക്കും, പാവം പിടിച്ചവനാ, കൊടുത്തു. അവസരം കൊടുത്ത് എന്ത് വികസന? അതിനുശേഷം ഇപ്പൊ അരുണ് വന്നു ഈ മണ്ഡലത്തിൽ, വലിയ വികസനമല്ലേ? ചെങ്ങന്നൂര് എന്ത് നാശം നരിച്ച് മുരിച്ച് നഞ്ചുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂര്. ആ ചെങ്ങന്നൂർ ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആ ഗോപൻ ചേട്ടൻ താമസിക്കുന്ന നാടല്ലേ? വലിയ വികസനമല്ലേ നാട്ടിലുണ്ടാകുന്നത്? പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇത്തവണ CA അരുൺകുമാറിന് വോട്ട് ചെയ്യാൻ പോണെങ്കിൽ ഒരു ന്യായം വേണമല്ലോ. 7 മാസമായിട്ട് പെൻഷൻ കിട്ടാനില്ല, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഈ രീതിയിൽ ഒരു നിമിഷം MP ഗോപകുമാർ ചോദ്യം ജെയിംസിനോടാണ്. ജെയിംസ്, സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിൽ ഉണ്ടായിരിക്കെ MP ഗോപകുമാർ സാർ പ്ലീസ് സാർ നോക്കൂ, അങ്ങനെ ശക്തമായ സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിൽ ഉണ്ടായിരിക്കെ ഇടതുമുന്നണിക്ക് എങ്ങനെ വോട്ട് ചെയ്യും? സർക്കാർ വികാരം അടിത്തട്ടിൽ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. അതിലൊന്ന് ഞാൻ പറയാം. ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നോക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ച LDF അല്ലേ? ഭൂരിപക്ഷം കിട്ടി ഞങ്ങൾക്കല്ലേ? അതെങ്ങനെയാണ് ഞങ്ങൾക്ക് പെൻഷൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി കാലത്ത് 16-18 മാസക്കാലം പെൻഷൻ കൊടുത്തില്ല. മനസ്സിലായില്ലേ? 18 മാസക്കാലം ഇപ്പം തുടങ്ങിയിരിക്കുന്ന പെൻഷന്റെ കുടിശ്ശിക ഈ ഓരോ മാസക്കാലം കൊടുക്കാൻ പറഞ്ഞ കോവിഡിന് ശേഷമാണ്. അതിനു മുമ്പ് 3-4 മാസം കുടിക്കുമ്പോഴാണ് പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചു, മന്ത്രി പ്രഖ്യാപിച്ചു പെൻഷൻ ഇപ്പൊ നാളെ മുതൽ കൊടുത്തു തുടങ്ങുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. കുടിശ്ശിക ഇടാതെ പെൻഷൻ കൊടുക്കും. 400 രൂപ പെൻഷൻ, 1600 രൂപയാണ് പെൻഷൻ. 400 രൂപ 200 രൂപ വർദ്ധിപ്പിച്ച് 600 ആക്കിയിട്ട് ആ 600 കൊടുക്കാതെ പോയി UDF അല്ല. 1600 രൂപയും ഈ കേരളത്തിനകത്ത് സാധാരണക്കായ മനുഷ്യർക്ക് 64 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ പെൻഷൻ ഞങ്ങൾ കൊടുക്കും. അതിനകത്ത് ഒരു ആശങ്കയും വേണ്ട. ഒറ്റ കാര്യം കൂടെ, ഈ പെൻഷൻ തുടങ്ങിയ കാലഘട്ടത്തിലെ ഈ പെൻഷൻ സർക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാണ് UDF. ആ UDF കള്ളു കുടിക്കാനാണ് പെൻഷൻ ഉപയോഗിക്കുന്നത്. അന്ന് നയനാർ പറഞ്ഞ വാക്കുണ്ട്, എടോ സാധാരണക്കാർ കള്ളു കുടിക്കല, ആ കൂട്ടത്തിൽ ഇച്ചിരി പാലും കൂടെ കുടിച്ചോട്ടോ എന്ന് പറഞ്ഞാണ് പെൻഷൻ കൊടുത്തത്. അങ്ങനെ തൊഴിലാളികൾക്ക് കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റാണ് ഈ 2 സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, കേരളത്തിലെ ഈ സർക്കാർ, ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ അടിയേറ്റിരുന്നു അല്ലേ? എനിക്ക് അടിയേറ്റ് 2 മാസമായി ചികിത്സയിലായിരുന്നു. പോലീസിന്റെ അതിക്രൂരമായ ലാത്തിചാർജ്. അതല്ല ഇവിടെ പ്രശ്നം. അതല്ല, ഞാൻ പറയുന്നത് പൂർത്തിയാക്കട്ടെ. ഇവിടെ
വേണ്ടത്? കേരളത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ 13 മാസക്കാലമായി ശമ്പളം കൊടുക്കാത്ത സർക്കാരാണെന്ന് ജനങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുന്ന അവസരത്തിൽ 13 മാസക്കാലമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷനില്ല, വാർദ്ധക്യ പെൻഷനില്ല, വിധവാ പെൻഷനില്ല, മത്സ്യത്തൊഴിലാളി പെൻഷനില്ല, അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി ബോർഡുകളിലെ തുക അത് എത്രയോ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പാവപ്പെട്ട SC/ST വിദ്യാർത്ഥികൾ ഈ മണ്ഡലം പ്രതികരിക്കുന്നത് SC/ST ആണ്. ഈ വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ ലംസം ഗ്രാന്റ് തുക പോലും അനുവദിക്കാൻ സർക്കാരിന്റെ കൈ പൈസ ഇല്ലാതിരിക്കുമ്പോ ഇവർ ഇവിടെ നിന്ന് കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ നിന്ന് സംസാരിച്ചല്ലോ. പ്രസാദിന്റെ കാര്യം പറഞ്ഞു. ഗോപകുമാറിന്റെ പാർട്ടിയിലെ കർഷക മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന പ്രസാദ് തകഴിയിൽ ആത്മഹത്യ ചെയ്തിട്ട് BJP പ്രവർത്തകനായ പ്രസാദ്, അങ്ങനെ മാറ്റി പറയാമല്ലോ, BJP പ്രവർത്തകനായ പ്രസാദിന്റെ ശരീരവുമായി ആ AC റോഡ് ഉപരോധിച്ച ആ റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ ആൾക്കാരാണ് ഈ ഗോപനടക്കമുള്ളവർ. അവിടെ ആ പ്രസാദിന് പോലും നീതിയും ന്യായവും കൊടുക്കാൻ കഴിയാത്ത 2 സർക്കാരുകളാണ് കേരളത്തിൽ ഈ അധികാരത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ള സർക്കാരുകൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വാദത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന് പറയുന്ന സുപ്രീം കോടതിക്ക് ബോധ്യം വന്നു. നിങ്ങൾ BJP സഹായിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം നിരവധി തവണ പറഞ്ഞു. 40 തവണയാണ് ഈ ലാവലിൻ കേസ് മാറ്റിവെച്ചു കൊടുത്ത് പിണറായി വിജയനെ പെൻഷന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. സാമ്പത്തിക പ്രാരാബ്ദം സംസ്ഥാനത്തിലുണ്ടെങ്കിൽ അതിന്റെ കാരണം കേന്ദ്രമാണ് എന്ന് സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞത് സുപ്രീം കോടതി അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല. എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസാന സമയത്താണ് അധികാരത്തിലുള്ള പിണറായി വിജയന് തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് കേവലം 2 മാസം മുമ്പാണ്. കർണാടകയിലെ സിദ്ധരാമയ്യ സമരം ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസത്തിനകം തന്നെ ഞങ്ങൾ സമരത്തിൽ ഏർപ്പെട്ടു. ഞങ്ങൾ സമരവുമായി മുമ്പോട്ട് പോയി. 2 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ പിണറായി വിജയന്റെ സർക്കാർ പോയിരുന്ന് ഡൽഹിയിൽ പോയിരുന്ന സമരം നടത്തുമ്പോഴാണോ ഇത് തോന്നിയത് എന്നാണ് പിന്നെ അടുത്തടുത്ത ഘട്ടത്തിൽ പറയാം. ഇവര് രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കും. ഒരാൾ പറയുന്നു 17 വർഷം മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല, ഇപ്പൊ 13 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇല്ല. നിങ്ങളെ 2 MP-മാർ കേന്ദ്രത്തിൽ ഉള്ളപ്പോ ഇവര് ഇന്ന് രാജ്യത്ത് 38 ഇപ്പൊ 38 സീറ്റ് കിട്ടുമോ 32 സീറ്റ് കിട്ടുമോ സംശയിക്കുന്ന കോൺഗ്രസും അവരെ താങ്ങാൻ നടക്കുന്ന CPM-കാരും കൂടി ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇപ്പൊ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്ത് കാപട്യം ഇവര് ഒരു 30% വരുന്ന മുസ്ലിങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇവരെ സംബന്ധിച്ച് കേരളത്തിൽ ഇവരാര് ഭരിച്ചാലും പെൻഷനും കൊടുക്കുന്നില്ല, കുടിവെള്ളം കൊടുക്കുന്നില്ല. ജൽ ജീവൻ മിഷൻ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ള കണക്ഷൻ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കിയില്ല ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടുമല്ലോ, ചെങ്ങന്നൂരിലെ ജനങ്ങൾ കിട്ടുമല്ലോ, മാവേലിക്കര ജനങ്ങൾ കുടിവെള്ളം കൊടുക്കല്ലോ. ഇവർ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ഇവർ കേരളം മാറി ഭരിച്ചപ്പോൾ ഇവർ ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും കുടിവെള്ള പദ്ധതി കിട്ടുന്നില്ലേ ഉള്ളൂ. കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് വീട്ടിലോട്ട് കണക്ഷൻ പ്രധാനമന്ത്രിയുടെ പണം വയ്ക്കാത്തോണ്ട് 500 കോടി രൂപ കൊടുത്തില്ലാന്ന് കേട്ടു. പ്രധാനമന്ത്രിയുടെ പണം ബ്രാൻഡിംഗിൽ ഇല്ലാത്തോണ്ട് 500 കോടി രൂപ കൊടുത്തില്ലെന്ന് കേട്ടു. ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ടല്ല, കേന്ദ്രം കൊടുക്കുന്ന പണത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ ചില നിയമങ്ങളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചേ പറ്റൂ. കേന്ദ്രം കൊടുത്തതാണെങ്കിൽ എന്തായാലും സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞത് തെളിയുന്നുണ്ടല്ലോ. അല്ലല്ല, അങ്ങനല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ നരേന്ദ്രമോദിയുടെ പണം വെക്കാൻ, പ്രധാനമന്ത്രിയുടെ പണം വെക്കാൻ പറ്റത്തില്ല. കേന്ദ്ര പദ്ധതിയാണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം പേര് മാറ്റി
കിറ്റിനകത്തിട്ട് കൊടുത്ത് അരി കൊടുത്താൽ അത് കിറ്റിനകത്തിട്ട് കൊടുത്ത് ജനങ്ങൾ വോട്ട് പിടിക്കാൻ അല്ലല്ല, എന്റെ ചോദ്യം അതല്ല. കേരളം കേന്ദ്രത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വാദം അംഗീകരിക്കപ്പെടുന്നു. കേരളത്തിന്റെ വാദം മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചർച്ച നടത്താൻ പറയത്തില്ലല്ലോ. രണ്ട് സംസ്കാരം തമ്മിൽ ചർച്ച നടത്താൻ പറയത്തില്ലല്ലോ. ശരി ശരി രണ്ട് സർക്കാരും തമ്മിൽ ചർച്ച നടത്തുന്നതല്ല. ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഒരു റൗണ്ട് വോട്ടറെ കേട്ടിട്ട് വരാം. ശരി, ഒരു റൗണ്ട് വോട്ടറെ കേട്ടിട്ട് വരാം. ചോദിച്ചോ, വരുന്നു അങ്ങോട്ട് വരുന്നു. പറഞ്ഞോ. നമ്മുടെ ഈ പ്രദേശത്ത് കൊടിക്കുന്നിലിനെ കാണാനേ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വികസന നായകന എന്ന് പറഞ്ഞ കൊടിക്കുന്നില് ESIയുടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തഴക്കരയിൽ കല്ലിട്ടിട്ട് 10 കൊല്ലം കഴിയുക. എവിടെയാണ് ESI മെഡിക്കൽ കോളേജ്? കല്ലിപ്പോ അവിടെ ഉണ്ടോ? കല്ലുണ്ടോ? സംശയമാണ്. കല്ല് കൊണ്ടുപോയി. ചോദിക്കാനുണ്ട് സാർ, ചോദിക്കാനുണ്ട്. ഇവിടെ കേന്ദ്രീയ വിദ്യാലയം ഇവിടെ കായംകുളത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ലെപ്രസി സാനിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KV അനുവദിക്കാൻ വേണ്ടി തയ്യാറായപ്പോ നിങ്ങൾ എന്തേ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത്? അവിടെ കൃഷ്ണപിള്ള സ്മാരകം പണിയാൻ പോവുകയാണ്. പട്ടികാർ കിടക്കുകയാണ് അവിടെ. എന്തൊരവസ്ഥയാണ് ഇന്ന് KSRTC സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡില് എത്രയധികം ബസ്സുകൾ ഉണ്ടായിരുന്നതാ. ഇന്ന് റിപ്പോർട്ടർ ചാനലിന് പരിപാടി നടത്താൻ സ്ഥലം കിട്ടി, അത് പൊളിച്ചു മാറ്റിയത് കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ വിക്ഷമിക്കുക. ഇവിടുത്തെ ബസ്സുകൾ എവിടെയാ? സാധാരണക്കാരന് പൊളിച്ചു മാറ്റിയതിലെ സന്തോഷം അല്ലല്ല 6 മണി കഴിഞ്ഞാൽ 6 മണി 6 മണി കഴിഞ്ഞാൽ ഈ മാവേലിക്കരയ്ക്ക് പുറത്തേക്ക് പോകാൻ ഒരു വണ്ടിയില്ലാത്ത അവസ്ഥയാണ് മാവേലിക്കരയിൽ. എത്ര മോശമാണ് നിങ്ങൾക്കറിയില്ല. ജലജീവൻ മിഷന്റെ പദ്ധതി തയ്യാറാക്കി എല്ലാ പൈപ്പുകളും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകളിട്ട് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുക. ആൾക്കാർക്ക് ഗ്യാസ് മാത്രമാണ് വരുന്നത്, വെള്ളം വരുന്നില്ല. സാർ അറിയുമോ? ശരി, എന്നൊരു സംശയം. അല്ല ജെയിംസ്, ഒറ്റ കാര്യം ചുരുക്കി പറയണം. ഈ 8:30 കഴിഞ്ഞാൽ മാവേലിക്കരയുള്ള ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോകും. മാവേലിക്കരയിൽ 8:30 വരെ മാവേലിക്കര ഡിപ്പോയിൽ വരെ ബസ്സുണ്ട്. അല്ല 8:30 കഴിഞ്ഞാലുണ്ടോ? 8:30 കഴിഞ്ഞുകൊണ്ട് ഡിപ്പോയിൽ നിന്ന് ബസ്സുണ്ട് ഉണ്ടെന്ന് എന്തും വ്യാജം പറയുക എന്നുള്ള BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഇപ്പോഴും ബസ്സില്ല. എട്ടരയൊന്നും വേണ്ട. ഇപ്പോഴും KSRTC ബസ്സൊന്നും ഇല്ല. ലൈറ്റ് പോലും ഇല്ല. കേക്കൂ ഗോപകുമാർ കേക്കൂ വോട്ടറുടെ ശബ്ദം. BJPയുടെ ICSന്റെ ഓഫീസും നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിന് എയിംസ് അനുവദിക്കുന്നില്ലല്ലോ. കേരളത്തിന് അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്നതിൽ സന്തോഷമുള്ള കൂട്ടരാണ് നിങ്ങൾ. BJP വിജയിപ്പിച്ചാൽ എയിംസ് വരും എന്നാണ് BJP പറയുന്നത്. അതല്ലല്ലോ ശരി. BJP കേരള രാഷ്ട്രീയത്തിനകത്ത് BJP പ്രസക്തമല്ല. കേരളത്തിൽ 15% മാത്രമുള്ള വോട്ടുള്ള BJP കേരളത്തിനകത്ത് പ്രസക്തമാണോ? കേരളത്തിൽ 15% മാത്രം വോട്ടാണ് BJPക്കുള്ളത്. ഈ മാവേലിക്കരയുടെ MP മാവേലിക്കര മണ്ഡലത്തിൽ ഒരു നിമിഷം, എന്താ ഇവിടുത്തെ അവസ്ഥ? മണ്ഡലത്തിലെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേക്കൂ എന്തായാലും കൊടിക്കുന്നിലല്ലാതെ CPM-കാർ CPI-കാരനെ വിജയിപ്പിച്ചിട്ടും BJP-കാർ BDS-കാരനെ വിജയിപ്പിച്ച് ഇവിടെ ഒരു വിജയം നേടത്തില്ല. സുരേഷ് തന്നെ ഇവിടെ ജയിക്കും. പാലം വലിക്കുമെന്നാണോ? CPM അടിപൊളിയായിട്ട് വലിച്ചിരിക്കും. കാര്യം ബാക്കി ഒരിടത്തും CPM ജയിക്കത്തില്ല. CPM-കാരൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈഗോ ഇളകും. ഒരു പണി നടക്കത്തില്ല. CPI ഈഗോ ഉണ്ടാവും. അങ്ങനെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും അവര് ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ചേട്ടാ എന്താ പറഞ്ഞേ? കലാശാല BJDS-ലോട്ട് പോയതാ. നാടകത്തെ അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തെ അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? നല്ല ശബ്ദം. ഞാൻ പറഞ്ഞത് അന്നേരം എങ്ങനെയാണ് വികസനം കൊണ്ട് മെനഞ്ഞാന്നാണ് BJDS വന്നത്. ഇവിടെ BJDS സ്ഥാനാർത്ഥി. ആ പാർട്ടിയുടെ പേരെങ്കിലും മര്യാദയ്ക്ക് പറ. അങ്ങനെയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാട് കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കോൺഗ്രസ് ഉള്ളായിരുന്നു. PA അരുൺകുമാർ ജയിച്ചു വന്നാൽ ഇവിടെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് 100% സ്റ്റേറ്റിൽ 2004 ആവർത്തിക്കും. മുഴുവൻ 19 സീറ്റ് LDF-ന് കിട്ടും. ഒരു സീറ്റ് മാത്രമേ നമുക്ക്. ഏത് സീറ്റാ? മലപ്പുറത്ത് ഏത് സീറ്റ്? ഒരു സീറ്റേ ഉള്ളൂ. മലപ്പുറത്ത് 2 ഉണ്ട്. പൊന്നാനിയുണ്ട്, മലപ്പുറം ഉണ്ട്. പൊന്നാനി സമതാനിയാ.
ഏത്? ആ അബ്ദുൾ സമദ് ഞാൻ സമദാനി. പറഞ്ഞതേ ഉള്ളൂ സാറേ. ആ അതേ ഉള്ളൂ, മനസ്സിലായി. 19 സീറ്റ് LDF ന് കിട്ടും. ഓക്കെ, പറഞ്ഞു പെട്ടെന്ന് ചുരുക്കി ഞാൻ വരാം. ബഹളം ഉണ്ടാക്കരുത്. BJP നേതാവിനുള്ള ചോദ്യം, ചോദിച്ചോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആളൊന്നൊക്കെ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ട് വരുമെന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. പെട്രോളിന് 50 രൂപ ആക്കുമെന്ന് പറഞ്ഞ് വന്നില്ല. ഗ്യാസിന്റെ വില സബ്സിഡി തരുമെന്ന് വന്നില്ല. എന്താണ് ഈ നീതികേട് കാണിക്കുന്ന BJPക്ക് ഇവിടെ കേരളത്തിൽ വോട്ടില്ല. MP-മാരെ ജയിപ്പിക്കാൻ കഴിയത്തില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ക്ഷേത്രമല്ല തീരുമാനിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ വരാം. ഇത് കഴിഞ്ഞിട്ട് വരാം. ഔട്ട് കഴിഞ്ഞ് വരാം. അതെ, എല്ലാം കുറിച്ച് വെച്ചോളൂ ആ ചോദ്യം. ജനങ്ങൾ BJP-യെ നിലനിർത്തില്ല. തർക്കമൊന്നും വേണ്ട. ഈ രാജ്യത്തെ വെച്ചുകൊണ്ട് നശിപ്പിച്ച സർക്കാരാണ് BJP സർക്കാർ. കഴിഞ്ഞ ടൈമിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വിനിയോഗിക്കേണ്ട 6.5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ, കേരളത്തിലെ ഏറ്റവും 6.5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ MP ഈ കൊടിക്കുന്നിൽ സുരേഷിന് എങ്ങനെ നാട്ടുകാരുടെ വോട്ട് ചോദിക്കാൻ പറ്റും? ചോദിച്ചോ. പ്രവീണിനോടാണ് ചോദ്യം. 15 കൊല്ലമായി പ്രതിദാനം ചെയ്യുന്ന ആളാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കരയുടെ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി ഈ MP എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടെ ഈ കൊടിക്കുന്നിൽ സുരേഷ് അതിനു വേണ്ടിയാണ് എന്താണ് ചെയ്തത്? കേന്ദ്ര സർക്കാർ 6 കോടി മുടക്കി അമൃത് പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് മേൽപ്പാലത്തിന് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട്. 41,000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് രാജ്യം മുഴുവൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ ദിവസം നടത്തിയത് നരേന്ദ്രമോദി സർക്കാർ. ഈ കൊടിക്കുന്നിൽ സുരേഷ് 25,000 കോടി. ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത്രയും നാളുമായി, ഈ 15 കൊല്ലമായി അവിടെ ഒരു കക്കൂസ് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിനുശേഷം പാനലിലേക്ക് പറഞ്ഞോ. ഇതില് BJP-യുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് വലിയ വികസന പ്രവർത്തനം നടത്തിയെന്നാണ് ഇവിടെ BJP-യുടെ പ്രതിനിധി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവിക വികസന സൂചികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ആകെയുള്ള 134 രാജ്യങ്ങളിൽ 114 സ്ഥാനത്തല്ലേ പട്ടിണി സൂചികയുടെ കാര്യത്തിലും മാനവിക വികസന സൂചികയുടെ കാര്യത്തിലും ഇന്ത്യ നിൽക്കുന്നത്? ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും വൻപിച്ച പുരോഗതിയല്ലേ കേരളം? നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളം ഇന്ന് എത്തിയിരിക്കുന്നത്. കേരളമല്ലേ സാക്ഷരതയുടെ കാര്യത്തിലും പട്ടിണി ഇല്ലാത്തതിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും കേരളമല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? കേരളത്തിലെ ഒരു തൊഴിലാളിയുടെ കൂലി 1000 രൂപയാണെങ്കിൽ ഗുജറാത്തിലെ ഒരു തൊഴിലാളിയുടെ കൂലി 350 രൂപ മാത്രമല്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരന്റെ ജീവിതം എന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ മധ്യപ്രദേശിലെ എല്ലാം വിദ്യാഭ്യാസ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സ്ഥാനാർത്ഥികളെ പെൻഷനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താണ് അധികാരമുള്ളതാണ്? 7 മാസത്തെ പെൻഷൻ കിടക്കുന്നത് 2 രൂപ വീതം എല്ലാ ആൾക്കാരിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. 2 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ കാശ് ഇത്രയും നാളോട്ട് ഇവർ എവിടെ കേന്ദ്ര സർക്കാർ സെസ്സായിട്ട് എത്ര രൂപ മുടക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്? ആ പൈസ എങ്ങനെയാണെങ്കിലും വീതിച്ചിവിടെ വരുന്നുണ്ട്. GST ഇനത്തില് അത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് തന്നെയാണ് പറയാനുള്ളത്. സെസ് ആരാ വീതിക്കുന്നത്? അവർ ഓരോ സംസ്ഥാനങ്ങളാണ് സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റൂല. നികുതിയെ കൊടുക്കാൻ പറ്റൂ, സെസ് കൊടുക്കാൻ പറ്റില്ല. എന്നോട് ചോദിച്ച ഒന്നാമത്തെ കാര്യം ഈ കേരളത്തിൽ പെൻഷൻ കൊടുക്കാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം, ഇവിടെ സെസ് എന്ന് പറഞ്ഞിട്ട് പെട്രോളിനും ഡീസലിനും വാങ്ങിയിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണെന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. ഈ പൈസ എവിടെ പോയി എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞു അവിടെ നിന്ന് 15 ലക്ഷം രൂപ. കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും, കാരണം സ്വാഭാവികമാണ് ഒരു നല്ല ഭരണത്തിൽ ഇത്രയും രൂപയൊക്കെ എല്ലാവർക്കും കിട്ടുമ്പോൾ അത് ഒരു ആഗ്രഹം കാണും. സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹം നടക്കും. സ്വാഭാവികമായിട്ടും അത് ആഗ്രഹമാണ്, അത് ഒരു പ്രതീക്ഷയുടെ ഫലമാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്, നരേന്ദ്രമോദി സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, കർഷക സമ്മാൻ നിധിയിലൂടെ കേരളത്തിൽ 96 ലക്ഷം പേർക്ക് 32,000 രൂപ ഇതിനകം 36,000 രൂപ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല, കർഷക സമ്മാനിലൂടെ മാത്രം. കോവിഡ് കാലഘട്ടം അടക്കം ഇപ്പൊ പട്ടിണി കിടക്കുന്ന കാര്യം ചേട്ടൻ ചോദിച്ചു.
85 കോടി ജനങ്ങൾക്ക് ഭാരതത്തിലെ സൗജന്യമായിട്ടുള്ള റേഷൻ കോവിഡ് കാലത്ത് തുടങ്ങി ഇപ്പോഴും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പട്ടിണി പുറകിലായി പോകുന്ന കാര്യം എന്താ? പറയട്ടെ, പെട്രോളിന്റെ വില കാര്യം പറഞ്ഞു. ഭാരതത്തിൽ പെട്രോളിന്റെ നികുതി കുറച്ചപ്പോ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളൊക്കെ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നികുതി കുറച്ചു. പക്ഷെ കേരളം കുറച്ചില്ല. കേരളം കുറച്ചിട്ടില്ല. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതാ. ഒരു കാര്യം, കേരളത്തിൽ ഇന്ത്യയിൽ കുഴിച്ചെടുക്കുന്ന സൈക്കിള് ചവിട്ടി നടന്ന ഓർമ്മയുണ്ടോ? സൈക്കിള് ഗ്യാസ് എടുത്ത് പുറത്തു വെച്ചു. അതൊക്കെ കോൺഗ്രസ്സുകാര് സൈക്കിള് മാത്രമല്ല കാളവണ്ടി അവർ കോൺഗ്രസ്സുകാർ അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് നാടകമായിരുന്നോ കോൺഗ്രസിന്റെ അത്? നാടകമായിരുന്നോ? BJP മൊത്തത്തിൽ നാടകമാണെന്ന്. അല്ല, ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചത്. നിങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ വില UP സർക്കാരിന്റെ കാലത്ത് കൂടിയപ്പോ ആളവണ്ടി സൈക്കിളോട് തിരക്കിയില്ല നിങ്ങൾ? ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ സമരം ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറവായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്ര? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില എത്ര? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ ഇപ്പോഴത്തെ വില എത്ര? കൊടുത്തില്ലേ? ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പൊ 90 രൂപയാ. $90. കോടിക്കണക്കിന് പാവങ്ങൾക്ക് ഗ്യാസ് കൊടുക്കുന്നില്ല. ഇവർ കൊടുക്കും. ഗ്യാസിന്റെ വില അതെ, ഗ്യാസിന്റെ ഇന്നത്തെ വിലയാ. ഗ്യാസിന്റെ ഇന്നത്തെ വിലയാ. ഗ്യാസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്യാസിന്റെ വില 815 രൂപ. 915 ഓടി വരുമ്പോ എപ്പോഴായിരുന്നു? എത്രയോ കൂടുതലായിരുന്നു. എത്ര കൂടുതലോ? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓടി വരുമ്പോ ഗ്യാസിന് 435 രൂപ. അങ്ങനെ പറഞ്ഞാല് പെട്രോൾ എത്ര രൂപയായിരുന്നു? അതിന് മുമ്പ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ 15 രൂപയുള്ളായിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ എത്ര രൂപയായിരുന്നു പെട്രോളിനും ഡീസലും? ഇപ്പൊ എന്താ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭാരതത്തിൽ ചേച്ചി ഗ്യാസിന് വില കൂടിയോണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു നിമിഷം സാർ, ഞാൻ വരാം. ഈ ഗ്യാസിന് വില കൂടിയോണ്ട് പ്രയാസമുണ്ടോ? $5 രൂപയ്ക്ക് ബസ് ചാർജ് ഉണ്ടായിരുന്നു, ഇപ്പൊ 25 രൂപയാണ്. 5 രൂപയ്ക്ക് ചാർജ് ഇപ്പൊ 10 രൂപയാണ്. ജനങ്ങൾക്ക് ഗ്യാസ് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ഒരു മനസ്സിലാക്കുന്നില്ല? ലൈസൻസ് 815 രൂപയാ. കുഴപ്പമില്ല. അവര് ഗ്യാസിന് കൂട്ടിയെങ്കിലേ ഇവിടെ ബാക്കി സാധനങ്ങൾക്ക് എത്ര രൂപ ഇവര് വില കൂട്ടി? അതെന്തുകൊണ്ട് കേൾക്കുന്നില്ല? കൂട്ടുന്നേ വൈദ്യുതി ചാർജ് എത്ര ഇപ്പൊ? കേരള സർക്കാർ കൂട്ടാൻ പറ്റുമോ? അങ്ങനെ കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ കൂട്ടാൻ പറ്റുമോ? BJP സർക്കാർ ഇതെല്ലാം ചെയ്തത്. പ്രവീൺ, 2 ചോദ്യങ്ങൾ. അതിൽ നേരത്തെ മണ്ഡലത്തിലെ കാര്യം ഒരിക്കൽ കൂടി ഒരു വോട്ടർ ആവർത്തിച്ചു. ESA ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയുണ്ടായി. ESA ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ സ്ഥലം കണ്ടെത്തി കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ ആശുപത്രി കെട്ടിടത്തിന്റെ പണി ഇവിടെ നടക്കാതെ പോയതെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ITBPയുമായി ബന്ധപ്പെട്ട് അവരുടെ കേന്ദ്ര വിദ്യാലയത്തിന് 1.25 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുവാൻ ഈ സർക്കാർ, കേരളം ഭരിക്കുന്ന സർക്കാർ വൈകിയത് കൊണ്ട് ആ പദ്ധതിയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചത് ഇന്നും മാവേലിക്കരയിൽ തിരുപ്പതിയിലേക്ക് പോകുവാനായിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി ഇന്നും മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പ് അനുവദിപ്പിച്ച MP ആണ് കേരളത്തിലെ കൂടുതലായി. അത് മാത്രമാണോ MP ചെയ്തത്? ഇത് പറയട്ടെ, കൊല്ലം ചെങ്കോട്ട റെയിൽപാത 15 വർഷമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു MP മാവേലിക്കരയിൽ ഒരു സ്റ്റോപ്പ് അനുവദിച്ചു എന്നത് മാത്രമാണോ നേട്ടം? കൊല്ലം ചെങ്കോട്ട റെയിൽപാത അത് മീറ്റർ ഗേജ് ആയിരുന്നത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ശ്രമഫലമായിട്ടാണ്. നിരവധിയായ ട്രെയിനുകൾ ഇവിടെ നിന്ന് മധുരയ്ക്കും കന്യാകുമാരി, പറയാം, പുനലൂർ ഗുരുവായൂർ ട്രെയിൻ, പുനലൂർ കന്യാകുമാരി, പുനലൂർ മധുര, പാലക്കാട്, അതുപോലെ പുനലൂർ ട്രെയിൻ, വേളാങ്കണ്ണി പുനലൂർ ട്രെയിൻ, അതുപോലെ തന്നെ അത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് BJPക്കാർ കേട്ടിട്ടില്ല. എഗ്മൂർ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾക്ക് ചെങ്ങന്നൂർ അതുപോലെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ 3 ജില്ലകളിലായി കിടക്കുമ്പോ ഈ കോവിഡ് കാലത്ത് 5 കോടി രൂപ ഉണ്ടായിരുന്നത് 2 കോടി രൂപയായി വികസന പ്രവർത്തനങ്ങൾക്ക് നിജപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോ 3 കളക്ടറേറ്റുകളായി ഈ ഫയലുകൾ കുടുങ്ങി കിടക്കുമ്പോൾ 3 കളക്ടർമാരുടെ അനുമതി മേടിക്കേണ്ടി വരുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരും
ബിജെപിയും കൂടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ എംപിമാരെ വരുംകാലങ്ങളിൽ വികസനത്തിന് ഒരു സഹായവും നൽകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും. ഒറ്റ ചോദ്യം. കഴിഞ്ഞ 15 വർഷമായിട്ട് മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി ആണല്ലോ. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിന് വേണ്ടി പോട്ടെ, കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എം പി? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച എം പി കേരളത്തിന് വേണ്ടി കേരളത്തിനും ഈ പാർലമെന്റിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചത് അത് കൊടിക്കുന്നില്ല സുരേഷ് എം പി ആണെന്ന് അരുൺ തന്നെ ഇവിടെ പറയുന്നു. കേരളത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, രോഹിത് വെമുല അടക്കം ആത്മഹത്യ ചെയ്തപ്പോ കേന്ദ്ര സർവകലാശാലയിൽ ഒരു പാവപ്പെട്ട രോഹിത് വെമുല അടക്കം ആത്മഹത്യ ചെയ്തപ്പോ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പഠിക്കലും ഡൽഹിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലും സമരം ചെയ്ത നോക്കൂ ജെയിംസേ, വോട്ടർമാർ അസ്വസ്ഥരാണ്. വോട്ടർമാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവരുടെ കയ്യിൽ പണമില്ല, വിലക്കയറ്റമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഇടതുമുന്നണിയും UDF ഈ മണ്ഡലത്തെ അവഗണിച്ചു എന്നതാണ് വോട്ടർമാരുടെ വികാരമായിട്ട് അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പറഞ്ഞോളൂ. ബഹളം വെക്കരുത്. അതിനകത്തൊന്ന്, പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് കുറെ കൂടി വസ്തുത. അതിനെ സംബന്ധിച്ച് ഇപ്പോ ഇന്ന് സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ കൊടുക്കാനുള്ള പണത്തിന്റെ പകുതിയെങ്കിലും കൊടുത്തു തീർക്കും. ഏപ്രിൽ 1-ന് എന്നാ പ്രഖ്യാപിച്ചേക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞേക്കുന്നതാണ്. ഇത് ഈ അലമ്പൊക്കാന്ന് ഗോവൻ ചേട്ടൻ, നിങ്ങൾ അലമ്പാന്ന്, നിങ്ങൾ അലമ്പുണ്ടാക്കാന്ന്, ഈ പറയുന്നതിന് അലമ്പുണ്ടാക്കി തടസ്സപ്പെടുത്താന്ന് പറയാം. ബാക്കി പറയാം. ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് നികുതി വരുമാനത്തിലും മറ്റു വരുമാനത്തിലുമായി ഈ സംസ്ഥാന ഗവൺമെന്റ് തരാനുള്ള 57,000 കോടിയിലധികം രൂപയാണ്. അങ്ങനൊരു കണക്ക് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് നെല്ല് സംഭരിച്ച വകയിൽ 1273 കോടി രൂപ, സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വകയിൽ നേരത്തെയുള്ള കണക്ക് ഇതൊക്കെ കൊടുത്തു. നിർമ്മലാ സീതാരാമൻ കൊടുത്തു. നോക്കൂ, സംസ്ഥാന സർക്കാരിന് ഒരൊറ്റ വാദമേ ഉള്ളൂ. 13,508 കോടി രൂപ, ആ 13,208 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണം. കൂടാതെ ഒരു 21,000 കോടി രൂപ കൂടെ കിട്ടണം. തീരുമാനമായില്ല. 13,508 അത്രേ ഉള്ളൂ. കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞാൽ അറിയോ? കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ കൊടുക്കാനുണ്ട്. ആ കടമെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ വരും പോലെ തിരിച്ചു കൊടുത്തോളാം. ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് വാദം. ആ വാദമാണ് നിലനിൽക്കുന്നത്. 2, ആ വാദം ഈ കേന്ദ്ര ഗവൺമെന്റ് ആണ് നികുതി വരുമാനത്തിൽ പണം കൊടുക്കാത്തതുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കാത്തതിനെതിരായി കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം പാർലമെന്റ് സഭയ്ക്കകത്ത് പറഞ്ഞോ? ഇത്ര വികാരം കൊള്ളുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം പറഞ്ഞോ? എന്താ പറയാത്തത്? ശക്തമായി കേരളത്തെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ ഞാൻ പറയാം, മറുപടി പറയട്ടെ, സമയം ഞങ്ങളുടെ പ്രവർത്തകരെ, കേരളത്തിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ, KSUക്കാരെ തെരുവിൽ ചെടിച്ചട്ടി വെച്ച് തലയടിച്ചു പൊട്ടിക്കുമ്പോൾ അതായത് പ്രവീണിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂച്ചട്ടി വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആ പ്രതിപക്ഷവുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോവുക എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നത് അത് പറഞ്ഞിട്ടുള്ള പറയട്ടെ. അതിനകത്തൊരു പ്രശ്നം, ഈ ഘട്ടത്തിൽ എങ്ങും പെൻഷൻ കൊടുക്കുന്ന പോട്ടെ, ഈ ഇത്രയും തുക കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തരാനുണ്ട്. ഒരു ഘട്ടത്തിലും കോൺഗ്രസ് പറയട്ടെ, ഈ കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം മുഖ്യമന്ത്രി ചേർന്നു പറഞ്ഞു. ഈ മുഖ്യമന്ത്രി യോഗം ചേർന്നിട്ട് അവരോട് പറഞ്ഞു, നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാകാം, പക്ഷെ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇത്രയധികം കോടിയിലധികം രൂപ അപ്പോ ആ കേന്ദ്രത്തിൽ പോയി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനായി BJPക്കെതിരായി സമരം ചെയ്യാനുള്ള ആംബിയർ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിനെയും
1982-ൽ 2004-ൽ 61 എംപിമാരുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ഇന്ന് 3 എംപിമാർ മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ. കോൺഗ്രസ് എവിടെ? അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് എവിടെ? കോൺഗ്രസ് എത്ര സംസ്ഥാനത്തിലുണ്ട്? ഞങ്ങൾക്കുണ്ട്. അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് എവിടെ? സീറ്റ് 400 സീറ്റ് ഒരു കാലത്ത് നേടിയ പാർട്ടിയാ. കോൺഗ്രസ് മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും മാവേലിക്കരയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായ ചൂടാണ്. വോട്ടർമാർക്ക് ഇനിയും പറയാനുണ്ട്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം മാവേലിക്കരയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളാൽ തിളച്ചുമറിയുകയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ പ്രതിനിധി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു CS സുജാത എം പി ആയിട്ടിരുന്നപ്പോഴാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വികസനങ്ങൾ നടത്തിയതെന്ന്. CS സുജാതയുടെ സ്വന്തം നാടായ വള്ളികുന്നത്ത് ഒരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവരാൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP കൊണ്ടാണ് കഴിഞ്ഞത്. പിന്നെ ITBPയുടെ കാര്യം പറഞ്ഞു. സന്ധ്യ കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് നടന്നു പോകാനോ ഒരു വാഹനത്തിൽ പോകാനോ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന് അവിടെ അത്രയും പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. 15 വർഷം കൊണ്ട് ഒരു ഹൈമാസ്ക് ലൈറ്റ് ഉണ്ടാക്കി. അല്ലല്ല ഹൈമാസ് ലൈറ്റ്സ് ഒന്നും അല്ല ഉണ്ടാക്കിയത്. പിന്നെ എൻഡിയുടെ പ്രതിനിധി പറഞ്ഞോ ജലജീവൻ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ജലജീവൻ പദ്ധതി എന്താണ് ജലജീവൻ? ഫ്രീ ആയിട്ടാണോ പൈപ്പ് കണക്ഷൻ? ഈ പ്രാവശ്യം BPL-കാർക്ക് പൈസ അടക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഓൺലൈനിൽ അത് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ഒട്ടിയ പൈപ്പും നിലവാരം കുറഞ്ഞ മീറ്ററും കൊണ്ടുവച്ച് അത് കംപ്ലൈന്റ് ആവുമ്പോൾ ചെയ്യാനൊക്കത്തില്ല. കേരള സർക്കാരല്ലേ? സർക്കാരല്ല കോൺട്രാക്ട് കൊടുത്തത്, കേരളത്തിന്റെ സർക്കാരാണ്. ശരി. ഇനി ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്. താങ്കൾ ഇതൊരു കാര്യം ചോദിക്കാൻ വന്നു. പറഞ്ഞോ. എനിക്ക് ഞാൻ ചെറുപ്പക്കാരനെ വിളിച്ചു. വിനോദം ഇല്ലല്ലോ. അതാ പറഞ്ഞോ. എന്റെ ഒരു സ്വപ്നമാണത് അങ്ങനെ കാണണ്ട എപ്പോഴും. പറഞ്ഞോ. ഈ നമ്മുടെ ബഹുമാന്യനായ UDF ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ 2009 മുതൽ 15 വർഷക്കാലം 2024 വരെ ഇവിടെ MP ആയിരുന്ന ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആദരണീയനായ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് ഒരുവിധ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇവിടെ കണ്ടിട്ടില്ല. പ്രളയമുണ്ടായ കാലത്ത് ഞങ്ങൾ കരഞ്ഞു വിളിച്ചു, അന്ന് അദ്ദേഹത്തെ കണ്ടില്ല. അത് കഴിഞ്ഞ് റെയിൽവേ മേൽപ്പാലം ഇതൊക്കെ പറഞ്ഞ് ഇവിടെ നോട്ട് പിടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ കേരള ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച് റെയിൽവേയുടെ സാങ്ഷനോട് കൂടി തറക്കല്ലിട്ട് പണി തുടങ്ങാൻ ഭാവിച്ചപ്പോൾ കൊടിക്കുന്നിൽ BJP-യുടെയുമാണെന്ന് പറയുന്ന പ്രതിബന്ധങ്ങൾ അതിന്റെ പ്രതിയായി അരുൺ ജയിക്കും ഉറപ്പ് എന്ന് കണ്ടപ്പോൾ കള്ളക്കതറിട്ട് നിങ്ങളോട് ഒരേ ഒരു ചോദ്യം UDF-ന്റെ പ്രതിയോട് ചോദിക്കാനുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് ESI മെഡിക്കൽ കോളേജിന് കല്ലിട്ടു. നിങ്ങൾ പറയും സ്ഥലം ഏറ്റെടുക്കാത്ത. അന്ന് കല്ലിടുന്ന സമയത്ത് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്ന് തടക്കര പഞ്ചായത്തിലെ ജനപ്രതിയായിരുന്നു ഞാൻ. തടക്കര പഞ്ചായത്ത് കല്ലിടുമ്പോൾ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൽ. അതിന് മറുപടി പറ. രാജ്യത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ 61,000 കോടി മുടക്കി നരേന്ദ്രമോദി സർക്കാർ നാഷണൽ ഹൈവേ പണിയുന്നു. അതിന്റെ മുമ്പിൽ കൊണ്ട് ഫ്ലെക്സ് വെക്കാൻ ഈ അമ്മായിപ്പനും മരുമോനും അറിയത്തുള്ളൂ. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പേരിലും ഫ്ലെക്സ് വെക്കുകയും മുഹമ്മദ് റിയാസിന്റെ പിണറായി വിജയന്റെ എന്ത് രാഷ്ട്രീയമാണ് സ്ത്രീ വോട്ടറുടെ ശബ്ദം. കൊടിക്കുന്നിൽ സുരേഷ് MPയോട് ഒരു ചോദ്യം. 6.25 കോടി രൂപയാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? MP ഫണ്ട് ഉപയോഗിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഒരാൾ ചോദിച്ചു. ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കടന്നു വന്നപ്പോൾ തന്നെ ശ്രീ ഗോപൻ കടന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹം
കൈ കൊടുത്തത് CPM മെമ്പർക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ശ്രീ MP പ്രവീൺ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ അടി മേടിച്ചു യുവ നേതാവ് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട ഭാവം പോലും നടിക്കാതെ രണ്ട് പേരും കൂടി ഒരുപോലെ കൈ കൊടുത്തോടെ മുന്നോട്ട് പോയത്. അത് ഞങ്ങൾക്ക് അത് മനസ്സിലായി. കേരളം മൊത്തം CPM BJP തമ്മിലുള്ള അന്തർധാര ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നയം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ട ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് ശമ്പളം കിട്ടാത്ത ശമ്പളം കൊടുത്തു തുടങ്ങി. രക്ഷയിൽ പൂർണ്ണമായും കൊടുത്തിട്ടില്ല. രണ്ടാം മിനിറ്റിൽ നാളെ BJP ആവും. ആരും കൈ കൊടുത്താലും ചോദിച്ചോ ചേട്ടാ ഒരു നിമിഷം പ്ലീസ്. നാളെ വെളുക്കുമ്പോൾ ചേട്ടൻ BJP പോകും, പേടിക്കണ്ട. ചോദിക്കേ LDFിനോടും UDFിനോടാണ് ചോദ്യം. ഇവിടെ ഇടതുപക്ഷം 100-ൽ താഴെ സീറ്റിലാണ് ഭാരതത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഭാരതം ഭരിക്കുന്നത്? അഥവാ അവസരം കിട്ടുവാണെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനം? ചോദ്യങ്ങൾ. അതുപോലെ തന്നെ മാവേലിക്കര പിന്നെ മിച്ചൽ ജംഗ്ഷനുമായിട്ട് വികസനം അത് തടയിട്ടേക്കുന്ന MP-യുടെ അനുമതിയോട് കൂടിയാണ്. ഒരാൾ കൂടെ ഒറ്റ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദിച്ചോ. ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിൽ അച്ഛന് ഗ്യാരണ്ടി, അമ്മയ്ക്ക് ഗ്യാരണ്ടി, അമ്മൂമ്മയ്ക്ക് ഗ്യാരണ്ടി. പക്ഷേ ഇവിടത്തെ തൊഴിലിൽ ചെറുപ്പക്കാർക്ക് ഗ്യാരണ്ടി ഉണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അഴിമതിയില്ലായ്മ ജെയിംസ് 30 സെക്കൻഡ് സമയം മറുപടി. 30 സെക്കൻഡ്സ്. എന്തുകൊണ്ട് ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം? ചോദിച്ചോ. യൂത്ത് കോൺഗ്രസ് തലയ്ക്ക് അടിമേടിച്ചെന്നൊക്കെ പറഞ്ഞു. പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഒത്തിരി സമരങ്ങൾക്ക് അടികൊണ്ടവരാ ഞങ്ങളെല്ലാം. മറ്റേത് പറയട്ടെ പ്രവീണ. രണ്ടാമത്തെ കാര്യം, ഇന്നലെ AICCയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. AICC ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നോക്കണം. രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലില്ലായ്മയ്ക്കെതിരായി DYFI നടത്തിയ സമരമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദേശീയ തലത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യാൻ നേതൃത്വം ഉണ്ടായിരുന്നില്ല. BJPക്കെതിരായി സമരം ചെയ്യാൻ പേടിച്ചവരവര്. അവരാണ് പറയുന്നത് ജോലി കൊടുക്കാതെ. എവിടെ ജോലി കൊടുത്തു? ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത് കേരള PSC അല്ലേ? നിയമനങ്ങൾ നടത്തിയത് ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തിയത് കേരളത്തിലെ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ റെയിൽവേ അടക്കം പക്ഷേ ഈ വോട്ടർ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, 6.25 കോടി ചെലവാക്കാത്ത കള്ളമാണോ? എന്തുകൊണ്ട് ബൈജു കലാശാല? 30 സെക്കൻഡ്. പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ സാധാരണക്കാരന് കുടിവെള്ളം കൊടുക്കും, പാവങ്ങൾക്ക് സൗജന്യമായിട്ട് അരി കൊടുക്കും, വൈദ്യുതി ഇല്ലാത്തവന് വൈദ്യുതി കൊടുക്കും, വീടില്ലാത്തവന് വീട് കൊടുക്കും. കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കും, ഭാരതത്തെ വൻ സാമ്പത്തിക ശക്തിയാക്കും. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടുകയാണ്. മത്സരം കടുത്തതായിരിക്കുമെന്ന് ഉറപ്പാണ്. കളം നിറഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം മാവേലിക്കരയിൽ എന്നിവിടെ പറയുന്നു.